Good afternoon. Good afternoon, ma'am. Good afternoon. കുറച്ച് പേരും കൂടി വരട്ടെ കേട്ടോ. 28 പേരായിട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? കഴിച്ചു. ഞങ്ങളിവിടെ 1 മണിക്ക് ഫുഡ് കഴിക്കും. എക്സാമിന്റെ ഡേറ്റ് നിങ്ങളോട് നേരത്തെ പറയാം കേട്ടോ. ചാപ്റ്റർ ഒക്കെ തീരാറായില്ലേ? അപ്പൊ അടുത്തൊന്ന് വിചാരിക്കാം എക്സാം. പുതിയ മിസ് ക്ലാസ് എടുത്തിരുന്നില്ലേ? സോളി മിസ്. ചാപ്റ്റർ എടുത്തു തുടങ്ങിയ ടീച്ചർ? ഒന്നും രണ്ടും മൊഡ്യൂളും കഴിയുമ്പോഴാണ് ഒരു എക്സാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം. എവിടെ പോയി എല്ലാവരും ലൈറ്റ് ഒക്കെ കയറുന്നേ? മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. നമ്മള് നെക്സ്റ്റ് ടോപ്പിക് റേഡിയോളജി സർവീസിലെ നെക്സ്റ്റ് ടോപ്പിക് ലൊക്കേഷൻ ആണ് കേട്ടോ. ലൊക്കേഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻസ് എവിടേക്ക് വരണം, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഐഡിയലി ഓൺ ദ ഫ്ലോർ ഗ്രൗണ്ട്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? 14, പേജ് നമ്പർ 14 ആകുന്നത്.
ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? എല്ലാവരും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ, താഴത്തെ നിലയിലായിരിക്കും എന്താ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കുക. ഇനി the ground floor is the optimal location for sophisticated equipment like CT and MRI scanners. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരാൻ കാരണമായത്? എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വരണമെന്ന് പറയുന്നത്? അതായത് ഈ CTയുടെയും MRI സ്കാനേഴ്സിന്റെ അതായത് എക്യുപ്മെന്റ്സുകൾ സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കണം അതിന്റെ ഒപ്റ്റിമൽ ലൊക്കേഷൻസ് വരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എന്താ റേഡിയോളജി റൂംസുകള് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ CT and MRI സ്കാനേഴ്സ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഉപകരണങ്ങളാണെന്നാണ് പറയുന്നത്? സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് വെച്ചാൽ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങൾ ആയതുകൊണ്ട് ആണ് അത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അതിന്റെ ഒപ്റ്റിമൽ ലൊക്കേഷൻസ് വരണമെന്ന് പറയുന്നത്. ഓക്കെ, the department not only cares for walking patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. എന്താണ്? അതായത് നടന്നു വരുന്ന പേഷ്യൻസിന് മാത്രമല്ല അല്ലെ അവിടെ എത്തിച്ചേരേണ്ടത്. അതായത് വാക്കിംഗ് പേഷ്യൻസ് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റിലേക്ക് വരേണ്ടത്. പിന്നെ ഏതൊക്കെ പേഷ്യൻസ് ഉണ്ടായിരിക്കാം? എമർജൻസി പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ്, ഒരു സെക്കൻഡ് ഫ്ലോറോ തേർഡ് ഫ്ലോറോ ഒക്കെ ആണെങ്കിൽ അതിനോട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുള്ളൂ പേഷ്യൻസിന് അവിടെ എത്തിച്ചേരാവുന്നതാണ് അല്ലെ. അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് എന്ത് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ എന്താണ് വളരെയധികം സൗകര്യപ്രദമായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ എമർജൻസി പേഷ്യൻസിനും എന്താണ് അവർക്കും കൂടി സൗകര്യത്തിനനുസരിച്ച് കൊണ്ടാണ് എന്താ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എമർജൻസി പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് തന്നെ കെയർ കൊടുക്കുന്നു. അപ്പൊ നടന്നു പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ് അവർക്ക് കൂടുതൽ സുഖപ്രദമാവുന്ന രീതിയിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവരെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് റേഡിയോളജി ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. Okay, then should be easily reachable to OPD patients, inpatients and emergency department. ഇനി ആർക്കൊക്കെയാണ് എത്രയും പെട്ടെന്ന് റീച്ചബിൾ ആവുന്ന തരത്തിൽ അല്ലെ, എത്രയും ഈസി ആയിട്ട് റീച്ചബിൾ ആവുന്ന തരത്തിൽ, അതായത് OP പേഷ്യൻസിന് അതുപോലെ തന്നെ ഇൻപേഷ്യൻസിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, അവിടേക്ക് എന്താണ് എത്രയും പെട്ടെന്ന് റീച്ചബിൾ ആവുന്ന തരത്തിലായിരിക്കും ഗ്രൗണ്ട് ഫ്ലോറില് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then it should not be put between other departments. പിന്നെ എന്താണ് പറയുന്നത്? It should not be put between other departments. അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഒന്നും ഇടയിൽ കൊണ്ടുപോയി എന്ത് വെക്കാൻ പാടില്ല? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് കൊണ്ടുവന്ന് വെക്കാനായിട്ട് പാടില്ല. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലായിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വരാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? യെസ്, വെരി ഗുഡ്. റേഡിയേഷൻ മൂലം അല്ലെ, റേഡിയേഷന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലായിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരാനായിട്ട് പാടില്ല. Okay, it should have some room for expansion at a later date. It should have some room for expansion at a later date. എന്താണ്? അപ്പൊ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരിക്കും ഈ റൂം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ റൂം എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രൗണ്ടിൽ തന്നെ. ഇനി എപ്പോഴെങ്കിലും ലേറ്ററിൽ എന്താണ് അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അല്ലെ, എക്സ്പാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫെസിലിറ്റീസ് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് അത് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പൊ എക്സ്പാൻഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിൽ മറ്റ് മെഷീനറീസോ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ എന്താണ് അപ്പൊ കുറച്ചുകൂടി സൗകര്യം ആവശ്യമായി വന്നേക്കാം. അപ്പൊ എക്സ്പാൻഡ് ചെയ്ത തരത്തിലായിരിക്കണം എന്ത് ആ റൂം അവിടെ സെറ്റ് ചെയ്യേണ്ടത്. അതായത് കുറച്ചുകൂടി വിപുലമായിട്ട് വേണം അത് തയ്യാറാക്കപ്പെടേണ്ടത്. മറ്റേ എക്യുപ്മെന്റ്സിൽ എപ്പോഴെങ്കിലും ഒക്കെ കൊണ്ടുവരേണ്ടി വന്നേക്കാം. അപ്പൊ അത് മുൻകൂട്ടി കരുതിയിട്ട് വേണം എന്താ ആ റൂം ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, എന്തെങ്കിലും തരത്തില് മനസ്സിലായില്ലേ? ഏതെങ്കിലും തരത്തിലെ എക്യുപ്മെന്റ്സുകളോ മറ്റു ഫെസിലിറ്റീസ് അവിടെ കൊണ്ടുവരണമെങ്കിൽ എന്താണ് സ്ഥലം ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻസ് എടുക്കുന്ന സമയത്ത് എന്താണ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം അത് എടുക്കാനെന്നാണ് പറയുന്നത്. Then flexibility, expandability and upgradability required to be taken into account while setting the department. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വഴക്കം അല്ലെ, നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് എക്സ്പാൻഡബിലിറ്റി, നല്ല രീതിയിൽ വിപുലീകരിക്കാൻ സാധിക്കണം. ആൻഡ് അപ്ഗ്രേഡബിലിറ്റി എന്താണ് നവീകരണം അല്ലെ, അപ്ഗ്രേഡബിലിറ്റി എന്ന് വെച്ചാല് നവീകരണം. ഓക്കെ, അപ്പൊ എന്താണ് നന്നായിട്ട് വഴങ്ങാനും അതുപോലെ തന്നെ വിപുലീകരിക്കുവാനും നവീകരിക്കുവാനൊക്കെ എന്താണ് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ എന്താണ് അത്ര upgrade and required to be taken into account while setting the departments. അപ്പൊ അത് ഫ്ലെക്സിബിൾ ആയിട്ടും എക്സ്പാൻഡബിലിറ്റി ആയിട്ടും അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന തരത്തിലായിരിക്കും എന്താ അവിടുത്തെ ലൊക്കേഷൻ പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നും കൂടി നോക്കിയേ. ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ പറയേണ്ടത്? ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. സെക്കൻഡ് വൺ എന്താണ്? The ground floor is optimal location for sophisticated equipments like CT and MRI scan. CT, MRI scanners equipments എല്ലാം തന്നെ എന്താണ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് അല്ലെ, സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളാണ്. അപ്പൊ അതിന് ഒപ്റ്റിമൽ ആയിട്ടുള്ള ലൊക്കേഷൻ തന്നെ ആവശ്യമാണ്. അതിൽ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോർ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അത് സെറ്റ് ചെയ്യുന്നത്. Yes. The department not only cares for walk-in patients, but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് നടന്നു വരുന്ന പേഷ്യൻസിന് മാത്രമല്ല അല്ലെ, എമർജൻസി പേഷ്യൻസിനും. എന്താണ് അഫ്ന പറഞ്ഞത്? സെക്കൻഡ് പോയിന്റ് ആണോ ചോദിച്ചത് അഫ്ന? അതായത് CT സ്കാനും MRI സ്കാനിന്റെ ഉപകരണങ്ങളെല്ലാം സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളാണല്ലോ. അപ്പൊ അതിന് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അതിന്റെ ഒപ്റ്റിമൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സങ്കീർണമായിട്ടുള്ള എന്താണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണല്ലോ അത്തരം ഉപകരണങ്ങൾ, അതിന്റെ റേഡിയേഷൻ പവേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അത് എന്തുകൊണ്ടും അനുയോജ്യമായിട്ട് എവിടെയായിരിക്കണം സ്ഥാപിക്കേണ്ടത്? ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ആയിരിക്കണം അതിന്റെ ഒപ്റ്റിമൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണഗതിയിലുള്ള എക്യുപ്മെന്റ് അല്ല അല്ലെ, സാധാരണ രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളല്ല എന്ത് CT, MRI. അത് എന്താണ് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ അതിന് പ്രത്യേക രീതിയുമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയായിരിക്കണം, പ്രത്യേകിച്ച് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയായിരിക്കണം അത് ഏറ്റവും കൂടുതൽ എന്താ സെറ്റ് ചെയ്യാനൊരു പ്രത്യേക ലൊക്കേഷൻ എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിപ്പാർട്ട്മെന്റ് നോട്ട് ഓൺലി കെയർസ് ഫോർ വാക്കിംഗ് പേഷ്യൻസ്. അതായത് വാക്കിംഗ് പേഷ്യൻസിന് മാത്രമല്ല, നടന്നു വരുന്ന പേഷ്യൻസിന് മാത്രമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകാൻ പറ്റുന്നത് അല്ല, അവരുടെ സൗകര്യപ്രദം മാത്രമല്ല നോക്കേണ്ടത്, നമ്മൾ എമർജൻസി പേഷ്യന്റിനെയും കൂടി കൺസിഡർ ചെയ്യണം അല്ലെ. ഇപ്പൊ ഏതെങ്കിലും എമർജൻസി പേഷ്യൻസിനെ, അതായത് അൺഎബിൾ ടു വാക്ക്, അതായത് അവർക്ക് നടക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റാപ്പിഡ് സ്കാനിങ്ങോ ഡയഗ്നോസിസ്ക്കോ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് എന്താണ് അവരെ 1-2 ഫ്ലോറിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ലിഫ്റ്റ് സൗകര്യം ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ റാപ്പിഡ് ആയിട്ട് സ്കാൻ ചെയ്യേണ്ടി വരാം അല്ലെ. എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് വരുമ്പോൾ MRI ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആകുമ്പോൾ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും എന്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കും എന്ത് റേഡിയോളജി ലൊക്കേഷൻസ് വരുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ കൂടി എന്താണ്
ഫലപ്രദമാവുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നടന്നു വരുന്ന പേഷ്യൻസിന് മാത്രമല്ല എന്താണ് അൺഎബിൾ ടു വാക്ക് നടക്കാൻ പറ്റാത്ത എമർജൻസി പേഷ്യൻസിനും കൂടി സൗകര്യപ്രദമാവുന്ന രീതിയിലാണ് എന്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ തേർഡ് പോയിന്റ്? യെസ്, ഫോർത്ത് പോയിന്റ് എന്താണ്? should be easily reachable to OPD patients, inpatients and the emergency department. ആർക്കാണ് ഈസിലി റീച്ചബിൾ ആവുന്നത്? ആർക്കാണ് ഈസി ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നത്? ഈസി ആയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചേരാൻ ആർക്കൊക്കെയാണ്? OPD പേഷ്യൻസിന് അല്ലെ, OP പേഷ്യൻസിന്, ഇൻ പേഷ്യൻസിന്, ദെൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഷ്യൻസിനൊക്കെ നമ്മൾ ലിസ്റ്റിൽ അവൈലബിൾ ആവുന്ന തരത്തിലായിരിക്കും എന്ത് റേഡിയോളജി ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ബി ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഇത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലാവാനായിട്ട് പാടില്ല. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ വരാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, കാരണം അറിയാലോ റേഡിയേഷൻ എക്സ്പോഷർ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിന്റെ തൊട്ടടുത്ത് തന്നെയൊന്നും റേഡിയോളജി ലൊക്കേഷൻ വരാൻ പാടുള്ളതല്ല. Okay, it should have some room for expansion at a later date. എന്താണ് സിക്സ്ത് പോയിന്റ് പറയുന്നത്? should have some room for expansion at a later date. അപ്പൊ പിന്നീട് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പിന്നീട് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കുറച്ച് ഏരിയ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മാറ്റി വെക്കേണ്ടതാണ്. ഓക്കെ, എന്താണ് ഇവിടെ? അതായത് പിന്നീട് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഏരിയ പ്രത്യേകിച്ച് മാറ്റി വെക്കേണ്ടതാണ്. എന്തെങ്കിലും എക്യുപ്മെന്റ്സോ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പിന്നീട് അപ്പൊ അതിന് പ്രത്യേകിച്ച് ഏരിയ ആവശ്യമായിട്ട് വരും. അപ്പൊ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം എന്താ ആ റൂം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്? Flexibility, expandability and upgradability required should be taken into account while setting the department. ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സുകള്.
ഓക്കെ, വായിച്ചായിരുന്നോ? 6 പോയിന്റ് വരെയല്ലേ നമ്മൾ പറഞ്ഞത്? യെസ്. ലാസ്റ്റ് പോയിന്റ് എന്താണ്? Flexibility, expandability and adaptability required to be taken into account while setting the department എന്നാണ് കേട്ടോ. സെറ്റിംഗ് ആക്കണം. ഇവിടെ സിറ്റിംഗ് ആണ് എടുക്കുന്നത്. സെറ്റിംഗ് ആക്കാം, വെട്ടിയിട്ട് സെറ്റിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ആക്കാം കേട്ടോ. അതായത് ഇവിടെ എന്താ പറയുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെ, അതായത് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് തന്നെ എന്താണ്, അത് ഫ്ലെക്സിബിൾ ആക്കാനും, അതായത് നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് അത് കൊണ്ടുപോകുന്നതിനും എക്സ്പാൻഡബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താണ്, പിന്നീട് നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യണം എന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്താണ്, എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലായിരിക്കണം ആൾക്കും ആദ്യം തന്നെ എടുക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കണം അല്ലെ, അതായത് നവീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് റേഡിയോളജി ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, എക്സ്പാൻഡബിലിറ്റി ആയിരിക്കണം, അപ്ഗ്രേഡബിലിറ്റി ആയിരിക്കണം, നല്ല രീതിയിൽ വഴക്കമുള്ള രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കണം. അതുപോലെ എന്താണ്, എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനും കൂടി സൗകര്യപ്രദമായിരിക്കണം. അതുപോലെ എന്താണ്, എന്തെങ്കിലും നവീകരണങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യണമെങ്കിൽ അതിനും കൂടി, ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് വേണം ആ ലൊക്കേഷൻ ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഓൾറെഡി അത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ കൂടുതൽ വിപുലീകരിക്കാനൊന്നും സാധ്യമാകില്ല. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടില്ല, വളരെയധികം വിപുലീകരിച്ചിട്ടായിരിക്കും അത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ വലുതായിരിക്കും അല്ലെ, ഒരു എക്സ്പെൻസീവ് ആയ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ലൊക്കേഷൻ ആദ്യം തന്നെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താണ്, അതിന് വേണ്ടത്ര സ്പേസ് ഉപയോഗിച്ചിട്ട് വേണം അതിന്റെ ലൊക്കേഷൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. മനസ്സിലായോ? ലാസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? യെസ്. അറിയില്ലെങ്കിൽ ചോദിക്കണേ. നെക്സ്റ്റ് പോർഷൻ നോക്കാം. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്, അതായത് അവിടുത്തെ മറ്റ് ഭൗതികപരമായിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ സ്പേസസ്, അതിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഭൗതിക സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. എന്തുണ്ടായിരിക്കും? റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കും. പേഷ്യന്റ് വെയിറ്റിംഗ് റൂംസ് ഉണ്ടായിരിക്കും. നിങ്ങൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയവരാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടാവുമല്ലോ. യെസ്. ഓക്കെ, അപ്പൊ അവിടെ ഈ ഏരിയാസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. എന്തൊക്കെയാണ്? ഒരു റിസപ്ഷനും രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? പേഷ്യൻസ് വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും. പേഷ്യൻസിന് റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക റൂം ഉണ്ടായിരിക്കും. Then secretary or clerk's area for collecting, separating reports. സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ക്ലർക്കിനോ വേണ്ടിയിട്ട്, അതായത് അവിടുത്തെ റിപ്പോർട്ട്സുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ക്ലർക്കിന് ഒരു ഏരിയ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ എന്താണ്, റിപ്പോർട്ട്സ് ഓരോ ഫിലിംസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഓരോ ഫിലിമിന്റെ റിപ്പോർട്ട്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, സെപ്പറേറ്റ് റിപ്പോർട്ട്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അവർക്ക് പ്രത്യേകമായ ഏരിയകൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ആദ്യം എക്സ്റേ എടുക്കാൻ പോകുന്നു, അതിനുശേഷം അത് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യും. ഒരു സ്ഥലത്ത് നമ്മളെ വിളിക്കും എന്തിനു വേണ്ടിയിട്ട്, നമ്മളുടെ റിപ്പോർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു സ്ഥലത്തേക്ക് വിളിക്കാറില്ല, ഒരു അതർ ഏരിയയിൽ വിളിക്കും. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് അവിടെ ഏരിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലർക്ക് ഏരിയ ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് റിപ്പോർട്ട്സുകൾ കളക്ട് ചെയ്യുന്നതിനും ഏരിയാസ് ഉണ്ടായിരിക്കുന്നതാണ്. പോയവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഇനി റേഡിയോളജിസ്റ്റ് ഓഫീസ്, handily located close by the X-ray rooms, should have provisions for viewing and charting films. എന്താണ് ലാസ്റ്റ് പോയിന്റ്? എന്താണ്? റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് എവിടെയായിരിക്കും? റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് radiologist office, handling located close by the X-ray rooms, should have provision for viewing and charting films. യെസ്, നിയർ എക്സ്റേ റൂമിന്റെ അടുത്ത് തന്നെയായിരിക്കും അല്ലെ. ഓക്കെ,
ഇതെന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്റേയുടെ ആ സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഫീൽഡ്സ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും റേഡിയോളജിസ്റ്റിന്റെ ഓഫീസുകൾ ഉണ്ടായിരിക്കുക. Then provision for viewing and charting films. അതായത് അപ്പൊ എന്താണ് ചാർട്ട് ചെയ്യുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് അവിടെ തൊട്ടടുത്ത് തന്നെ എന്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഫിസിക്കൽ ഫെസിലിറ്റീസ് റേഡിയോളജിയുടെ ഡിപ്പാർട്ട്മെന്റിന്? എന്തൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണുള്ളത്? എന്തൊക്കെ സ്പേസസ് ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതിന്റെ എന്താണ്? റിസപ്ഷൻ, കൺട്രോൾ, രജിസ്ട്രേഷൻ ഏരിയ. അതിൻ്റെത് എന്താണ്? റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കും. Then patient waiting room ഉണ്ടായിരിക്കും. patient waiting rooms ഉണ്ടായിരിക്കും. Then secretary or clerk's area for collecting, separating reports. പിന്നെ ഒരു സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? റിപ്പോർട്ട്സുകൾ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെന്താണ്? റേഡിയോളജിസ്റ്റ് ഓഫീസ്. ഓക്കെ, റേഡിയോളജിസ്റ്റ് ഓഫീസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണത്? അതായത് എക്സ്റേയുടെ തൊട്ട് മുമ്പ് തന്നെയായിരിക്കും, തൊട്ടടുത്ത് നിയറസ്റ്റ് തന്നെയായിരിക്കും റേഡിയോളജിസ്റ്റിന്റെ ഓഫീസുകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതായത് ഈ ഫിലിംസുകൾ ചാർട്ട് ചെയ്യുന്നതിനും കാണുന്നതിനും വേണ്ടിയിട്ടാണ് എന്താ റേഡിയോളജിസ്റ്റിന്റെ ഓഫീസിൽ തൊട്ടടുത്ത് തന്നെയായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു, ഫിസിക്കൽ ഫെസിലിറ്റീസ് പറഞ്ഞു. ഇനി റേഡിയേഷൻ റിസ്കുകൾ എന്തൊക്കെയാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ റേഡിയേഷൻ റിസ്കുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ റിസ്ക് ഉണ്ടായിരിക്കും? പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് അതിവിടെ പറയുന്നത് അല്ലെ. ഒന്ന് സിവിയർ എഫക്റ്റ് ഉണ്ടായിരിക്കും, ക്രോണിക് എഫക്റ്റ് ഉണ്ടായിരിക്കും. സിവിയർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഷോർട്ട് പീരീഡിലായിരിക്കും അല്ലെ. അതൊരു ഷോർട്ട് പീരീഡിലുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും. ക്രോണിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്രോണിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്രോണിക് എഫക്റ്റ് സിവിയർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോണിക് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്. സിവിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള എഫക്ട്സുകളായിരിക്കും അല്ലെ. ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം അല്ലെ. ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. അതായത് ചില പേഷ്യൻസിന് MRI ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ റേഡിയേഷൻ റിസ്ക് അല്ലെങ്കിൽ റേഡിയേഷൻ പവർ കൂടുതലായിരിക്കാം അല്ലെ. ചില MRI പേഷ്യൻസിന് ചില ഇപ്പൊ തലയുടെ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഹെഡിന്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന്റെ ആ ഒരു റിസ്ക് കൂടുതലായിരിക്കും. അതായത് റേഡിയേഷന്റെ പവർ കൂടുന്ന സമയത്ത് എന്തായിരിക്കും? ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്? സെറിബ്രൽ കൺപ്ലഷൻസ്, ഒബ്സർവിംഗ് ഓഫ് വിഷൻസ്, ദെൻ ഹെഡേക്ക്. അതായത് സെറിബ്രൽ, അതായത് എന്താണ് ബ്രെയിനുമായി ബന്ധപ്പെട്ടുള്ള MRI ഒക്കെ ആണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്? എന്തൊക്കെ സിവിയർ എഫക്ട് ഉണ്ടാവും? കൺവൾഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവൾഷൻസ് വിറയ്ക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ചില പേഷ്യൻസ് വിറയ്ക്കും അല്ലെ. റേഡിയേഷന്റെ ഒരു ഹൈ റിസ്ക് കൊണ്ട് വിറയ്ക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരിക്കും. കൺവൾഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസ് വിറയ്ക്കാനുള്ള ഷിവർ ചെയ്യുമെന്ന് മനസ്സിലായോ? ദെൻ ഒബ്സർവിംഗ് ഓഫ് വിഷൻ. ഒബ്സർവിംഗ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തൊരവസ്ഥയൊക്കെ വരും. അതായത് കണ്ണിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതായത് കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ അങ്ങനെയൊക്കെ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, തലവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ബ്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള MRI റേഡിയേഷൻസ് ചെയ്യുന്ന സമയത്താണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ രൂപപ്പെടുന്നത്. എന്തൊക്കെയാണ്? കൺവൾഷൻസ് ഉണ്ടാവും, രോഗി വിറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഒബ്സർവിംഗ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുടെ കാഴ്ച ഒന്ന് മങ്ങാനുള്ള ചാൻസ് ഉണ്ട്, കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ എന്താ വെച്ചാൽ ചിലർക്ക് ഇങ്ങനെ ഇരുട്ട് വരാന്നൊക്കെ പറയില്ല, അങ്ങനെ ബ്ലാങ്ക് ആവാനുള്ള ചാൻസ് വരും. ദെൻ തലവേദന പോലെ ഹെഡേക്ക് അങ്ങനെയൊക്കെ രൂപപ്പെടാം. ഓക്കെ, ഇത് ബ്രെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇനി ഗ്യാസ്ട്രിക് ആയിട്ട് പ്രോബ്ലംസ് വരാം. അതായത് നമ്മുടെ ആമാശയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? നോസിയ. എന്താണ് നോസിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്ന ഒരു തോന്നൽ, ഓക്കാനിക്ക എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഓക്കാനം വരാന്ന് പറയില്ലേ. യെസ്, നോസിയ. അതുപോലെ തന്നെയാണ് വൊമിറ്റിംഗ് എന്താണ്? ഛർദില്. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ അബ്ഡോമൻ.
എന്താണ് അടിവയറ്റില് ഒരു അമിതമായ ഒരു വേദന തോന്നാം അല്ലെ? അടിവയറ്റിൽ ഒരു വേദന തോന്നാം. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. അടിവയറ്റില് പെയിൻ ഉണ്ടാകാം. അത് എന്തുമായി ബന്ധപ്പെട്ട വരുന്ന സൈഡ് എഫക്ട്സുകളാണ്? ഗ്യാസ്ട്രിക് ആയിട്ട് അല്ലെ? ആമാശയവുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും സ്കാനിങ്ങോ മറയോ മൂലമുള്ള റേഡിയേഷൻ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇനി ബ്ലഡ്. അടുത്തത് എന്താണ്? ബ്ലഡുമായി ബന്ധപ്പെട്ട് വരുമ്പോ അനീമിയ, ദെൻ മാരോ ഡിപ്രഷൻ. അനീമിയ എന്താണെന്ന് അറിയാലോ? അനീമിയ എന്താണ്? അനീമിയ വിളർച്ച അല്ലെ? ബ്ലഡിന്റെ ബ്ലഡ് കുറവല്ലേ? വിളർച്ച. ദെൻ മാരോ ഡിപ്രഷൻ എന്താണ്? മാരോ ഡിപ്രഷൻ യെസ്, ബോൺ മാരോ അല്ലെ? അതായത് എല്ലുകളിലൊക്കെ ഉണ്ടാകുന്ന എന്താണ്? ഡിക്രീസിങ് ബോൺ മാരോ അല്ലെ? അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ രൂപപ്പെടും. അപ്പൊ ബ്ലഡിൽ പ്രത്യേകിച്ച് എന്താണ്? ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ അനീമിയ തോന്നും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിളർച്ച തോന്നുകയും സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ മാരോ ഡിപ്രഷൻസും ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ സിവിയർ ഇഫക്റ്റുകളാണ് കേട്ടോ. കഠിനമായിട്ടുള്ള ഒരു ഇഫക്ട്സുകളാണ് എന്ത്? റേഡിയേഷന്റെ ഫസ്റ്റ് റിസ്കിൽ വരുന്ന സിവിയർ ഇഫക്ട്സിലാണ് എന്തൊക്കെ വരുന്നത്? സിവിയർ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹെവി ഡോസ് ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം അല്ലെ? ഹെവി ഡോസിൽ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈമിലാണ്. ഓക്കെ, അപ്പൊ സെറിബ്രൽ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് ബ്രെയിനുമായി ബന്ധപ്പെട്ട് വരുമ്പോ എന്താണ്? അനീമിയ എന്ന് വെച്ചാൽ വിളർച്ച. ബ്ലഡിന്റെ കുറവ് മൂലമാണ് എന്ത്? അനീമിയ ഉണ്ടാവുന്നത് കേട്ടോ. നമ്മളൊക്കെ കണ്ണൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വിളറിയിരിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ലിപ്സിന്റെ കളർ ചേഞ്ചസ് ഒക്കെ എന്താണ്? അനീമിയ മൂലം ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ബ്രെയിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എഫക്ട്സ് ആണ് വരുന്നത്? കൺക്ലൂഷൻസ് ഉണ്ടായിരുന്നു. കൺക്ലൂഷൻസ് എന്താണ്? വിറയ്ക്കുന്നു, പേഷ്യന്റ് വിറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഒബ്സർവിംഗ് ഓഫ് വിഷൻ, എന്താണ്? കാഴ്ച മറയുടെ, ആൾക്ക് ചിലപ്പോൾ കണ്ണിൽ കയറുന്നതോ അല്ലെങ്കിൽ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാം. ദെൻ ഹെഡ് ഏക്ക് ഉണ്ടാവാം, തലവേദന ഉണ്ടാകാം. ഇനി ഗ്യാസ്ട്രിക് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്? നോസിയ എന്താണ്? ഓക്കാനം വരുന്നു. ദെൻ വോമിറ്റിംഗ്, ഛർദിൽ. ദെൻ ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ, അടിവയറ്റിൽ അമിതമായിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടാം. ഇനി ബ്ലഡ് റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്നു അനീമിയ ആൻഡ് മാരോ ഡിപ്രഷൻസ്. ബോൺ മാരോ ഡിപ്രഷൻസ് ഒക്കെ അവിടെ രൂപപ്പെടുന്ന റിസ്കുകളാണ്. ഇതൊക്കെ സിവിയർ എഫക്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ക്രോണിക് എഫക്റ്റിൽ എന്താണ്? ക്രോണിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം നിലനിൽക്കുന്നത് അല്ലെ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ലോങ് ടേം ആയിട്ട് നിൽക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ക്രോണിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രോണിക് എഫക്ട് ഓയിങ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ. കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു എക്സ്പോഷറിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു എഫക്റ്റ് ആണ്. ഓക്കെ, അത് എന്തിലൊക്കെയാണ് റിസ്കുകൾ ഉണ്ടാക്കുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നില്, ബ്ലഡില്, അതുപോലെ തന്നെ ഐ ആൻഡ് അതേഴ്സ്. സ്കിന്നിൽ എന്തൊക്കെയാണ്? ഹെയർ ലോസ്, ബ്രിട്ടിൽ നെയിൽസ്. ഹെയർ ലോസ് എന്താണ്? മുടി കൊഴിഞ്ഞ് അമിതമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നത്. ബ്രിട്ടിൽ നെയിൽസ് എന്ന് വെച്ചാൽ എന്താണ്? നഖം ഇങ്ങനെ പൊട്ടിപ്പോകും അല്ലെ? നഖം പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ പൊളിഞ്ഞു പോകുക കേട്ടോ. മനസ്സിലായോ? ബ്രിട്ടിൽ നെയിൽസ് എന്താണ്? നഖം ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നത്. ബ്ലഡില് ഇവിടെയും വരുന്നുണ്ട് അനീമിയ, ഇവിടെയും വരുന്നുണ്ട് അനീമിയ. ബ്ലഡ് ഉണ്ടാവുന്നു. ലുക്കീമിയ എന്താണ്? ലുക്കീമിയ രക്താർബുദം. ലുക്കീമിയ രക്താർബുദം, ബ്ലഡ് ക്യാൻസർ. ഓക്കെ, ഇനി കണ്ണിന് എന്ത് എഫക്റ്റ് ആണ് സംഭവിക്കുന്നത്? ഐക്ക് എന്ത് എഫക്റ്റ് ആണ് സംഭവിക്കുന്നത്? കാറ്ററാക്ട് എന്ന് പറയുന്നത് എന്താണ്? തിമിരം ഉണ്ടാകുന്നത് അല്ലെ? കാറ്ററാക്ട് എന്ന് പറയുന്നത് തിമിരം. അതേഴ്സ് എന്താണ്? സ്റ്റെറിലിറ്റി ഉണ്ടാകുന്നു. സ്റ്റെറിലിറ്റി എന്താ? വന്ധ്യത. ഏതാണോ ലച്ചു ഷാജി ചോദിക്കുന്നത്? ഏതാണ് ലച്ചു? തിമിരം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. കാറ്ററാക്ട്
തിമിര. Then others, sterility, വന്ധ്യത ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. റേഡിയേഷൻ എക്സ്പോഷർ മൂലം എന്താണ് വന്ധ്യത, സ്റ്റെറിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. Then obesity, പൊണ്ണത്തടി, obesity, പൊണ്ണത്തടി ഉണ്ടാവാം. Then cancer, ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ക്രോണിക് ഇഫക്റ്റിലാണ്. നീണ്ടകാലം, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സൈഡ് എഫക്ട്സുകളാണ്. ലുക്കീമിയ, രക്താർബുദം, ബ്ലഡ് ക്യാൻസർ. ക്രോണിക് ഇഫക്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓവിങ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ. എന്തൊക്കെയാണ്? സ്കിന്നിന്, ബ്ലഡിന്, ഐക്ക്, അതേഴ്സിനാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അല്ലെ, സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നത്. സ്കിന്നിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ഹെയർ ലോസ് ഉണ്ടാവുന്നു, ബ്രിട്ടിൽ നെയിൽസ് ഉണ്ടാവുന്നു, നഖം പൊട്ടിപ്പോകാനുള്ള ചാൻസ് വരുന്നു. ദെൻ ബ്ലഡില് അനീമിയ, ലുക്കീമിയ അല്ലെ, വിളർച്ച ഉണ്ടാവുന്നു. അതുപോലെ തന്നെ രക്താർബുദത്തിനും കാരണമാകുന്നു. ദെൻ ഐ, കണ്ണുമായി ബന്ധപ്പെട്ട് എന്ത് എഫക്ട് ഉണ്ടാവുന്നു? കാറ്ററാക്ട് ഉണ്ടാകുന്നു അല്ലെ, തിമിരം ഉണ്ടാകുന്നു. അതേഴ്സ്, സ്റ്റെറിലിറ്റി. അതേഴ്സ്, മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റെറിലിറ്റി ഉണ്ടാകും അല്ലെ, വന്ധ്യതയ്ക്ക് കാരണമാകാം. അതുപോലെ തന്നെ ഒബീസിറ്റി, പൊണ്ണത്തടിക്ക് കാരണമാകാം. ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, റേഡിയേഷൻ റിസ്കുകൾ നമ്മൾ രണ്ട് എഫക്ട്സിലാണ് പറയുന്നത് അല്ലെ. ഒന്ന് സിവിയർ എഫക്റ്റും പറയുന്നുണ്ട്, രണ്ടാമത്തേത് ക്രോണിക് എഫക്റ്റും പറയുന്നുണ്ട്. സിവിയർ എഫക്റ്റിൽ വരുന്നതാണ് എന്തൊക്കെയാണ്? ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം ആണ് എന്ത് സിവിയർ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അതില് ബ്രെയിൻ സംബന്ധമായിട്ടും ഗ്യാസ്ട്രിക് ആയാലും ബ്ലഡ് സംബന്ധമായിട്ടുള്ള എഫക്ട്സുകൾ ഉണ്ടാവാറുണ്ട്. ബ്രെയിൻ സംബന്ധമായിട്ട് സെറിബ്രൽ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ആ പേഷ്യൻസിന് കൺവൾഷൻസ് ഉണ്ടാവാം, വിറയ്ക്കാം, അല്ലെങ്കിൽ കാഴ്ചകൾ ഒബ്സർവിംഗ് ഓഫ് വിഷൻസ്, ദെൻ തലവേദന, ഹെഡേക്ക് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഗ്യാസ്ട്രിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോസിയ അല്ലെ, ഓർക്കാനം ഉണ്ടാവാം, വൊമിറ്റ് ചെയ്യാം. ദെൻ അബ്ഡോമൻ പെയിൻസ് ഉണ്ടാവാം. അതില് അനീമിയ ഉണ്ടാവാം, മാരോ ഡിപ്രഷൻസ്, ബോൺ മാരോ ഡിപ്രഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ക്രോണിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ് നീണ്ടു നിൽക്കുന്ന എഫക്ട്സുകളാണ് അല്ലെ. ലോങ് പീരീഡിൽ നീണ്ടു നിൽക്കുന്ന എഫക്ട്സ് ആണ്. അതില് സ്കിന്ന്, ബ്ലഡ്, ഐ ആൻഡ് അതേഴ്സിലാണ് എഫക്ട്സ് സംഭവിക്കുന്നത്. സ്കിന്നില് ഹെയർ ലോസ് വരുന്നു, ബ്രിട്ടിൽ നെയിൽസ് ഉണ്ടാവുന്നു, ബ്ലഡില് വിളർച്ച, അതുപോലെ രക്താർബുദം സംഭവിക്കുന്നു. പിന്നെന്താണ്? കണ്ണുമായി ബന്ധപ്പെട്ട എന്താണ്? തിമിരം ഉണ്ടാവുന്നു. ദെൻ വന്ധ്യതയ്ക്ക് കാരണമായേക്കാം പൊണ്ണത്തടി ആൻഡ് ക്യാൻസർ. ഓക്കെ, ആ രണ്ട് എഫക്ട്സുകളും മനസ്സിലായോ? ക്ലിയർ ആണോ? നിങ്ങൾ ഉറങ്ങിയൊന്നുമല്ലല്ലോ, കേൾക്കണില്ലേ ക്ലാസ്? ഓക്കെ, യെസ്. നെക്സ്റ്റ് അടുത്ത പറയട്ടെ, റെഗുലേറ്ററി ബോഡി. റെഗുലേറ്ററി ബോഡി നിങ്ങളൊരു അമ്പലത്തിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഭയങ്കര പൊടിയായിരുന്നു. പൊടി അടിച്ചിട്ട് വയ്യ, കോൾഡ് പിടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 12 വർഷത്തിലൊരിക്കലാണ് ഇവിടെ ഒരു അമ്പലം ഉണ്ട്, തിരുവൈരാണിക്കുളം ആലുവ. പൂരമല്ലടോ, നടത്തുറപ്പാണ്, പൂരം തന്നെ. അപ്പൊ ദേവിയുടെ നട ഇവിടെ കൊല്ലത്തിൽ 12 ദിവസം പുറപ്പെടും. പാർവതീന്റെ നട. അപ്പൊ അതൊരു പ്രത്യേക രാജാവും ഉള്ള ഒരു രീതി, ഒരു അമ്പലമാണ് അത്. ഇന്നലെ അവിടെ പോവാൻ പറ്റുന്നത് ലാസ്റ്റ് ദിവസം കാലടി ആലുവ അല്ലെ. ഇന്നലെ പോവാൻ പറ്റുള്ളൂ. ഭയങ്കര പൊടിയായിരുന്നു. നമുക്കിനി റെഗുലേറ്ററി ബോഡി. നിങ്ങൾ പോയിട്ടുണ്ടോ തിരുവൈരാണിക്കുളം അമ്പലം? കേട്ടിട്ടുണ്ടോ? ഓക്കെ, റെഗുലേറ്ററി ബോഡി നോക്കാം. The Atomic Energy Regulatory Board, AERB, underline ചെയ്യാട്ടോ. Atomic Energy Regulatory Board, AERB, outlined by the central government,
is a proficient authority as the regulatory board for granting, renewal, withdrawal, and revocation concerned for nuclear and radiation facilities. അപ്പോൾ എന്താണ് റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാല്? എന്തിനു വേണ്ടിയിട്ടാണ് റെഗുലേറ്ററി ബോഡി വർക്ക് ചെയ്യുന്നത്? എന്തായിരിക്കും അതിന്റെ ലക്ഷ്യങ്ങൾ? അതായത് നമ്മൾക്ക് പരിസ്ഥിതിക്കോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ യാതൊരുവിധ കോട്ടവും തെറ്റാതെ, അതായത് അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പരിസ്ഥിതിക്കും എന്താണ് മറ്റൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ തന്നെ എന്താണ് മൊത്തത്തില് കൺട്രോൾ ചെയ്യുക ഒരു കർത്തവ്യമാണ് എന്താ റെഗുലേറ്ററി ബോഡി, അതായത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അതിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് AERB ലക്ഷ്യം എന്ന് പറഞ്ഞ എന്താണ്? പരിസ്ഥിതിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് AERB വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്, അതിന്റെ ഔട്ട്ലൈനിന്റെ കീഴിലാണ് എന്താ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് വർക്ക് ചെയ്യുന്നത്. അതൊരു പ്രൊഫഷണൽ അതോറിറ്റിയാണ്, ഇത് വിദഗ്ധമായിട്ടുള്ള ഒരു അതോറിറ്റിയാണ് എന്ത് AERB എന്ന് പറയുന്നത്. ആസ് എ റെഗുലേറ്ററി ബോർഡ് ഫോർ, എന്തൊക്കെയാണ് അത് ഉറപ്പു നൽകുന്നത്? റെഗുലേറ്ററി ബോർഡ് ഫോർ ഗ്യാരണ്ടിങ്, ഗ്രാന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അനുമതി നൽകൽ അല്ലെ, ഗ്രാന്റിങ്. റിന്യൂവൽ എന്താണ്? പുതുക്കൽ. റിന്യൂവൽ എന്താണ്? പുതുക്കുന്നു അല്ലെ, പുതുക്കൽ. വിഡ്രോവൽ എന്താണ്? പിൻവലിക്കൽ. പിൻവലിക്കൽ. ആൻഡ് റീവോക്കേഷൻ എന്താണ്? റീവോക്കേഷൻ അസാധുവാക്കൽ അല്ലെ, റീവോക്കേഷൻ എന്ന് പറഞ്ഞാല് അസാധുവാക്കൽ. Then concern for nuclear and radiation facilities. അതായത് ഈ റെഗുലേറ്ററി ബോഡിയാണ് ശരിക്കും പറഞ്ഞാൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഓൾ കൺട്രോൾസ് ചെയ്യുന്നത്. അതായത് മറ്റ് ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസിൽ നിന്ന് മറ്റാർക്കും തന്നെ, അതായത് പരിസ്ഥിതിക്കോ ജനങ്ങൾക്കോ മറ്റ് ദോഷങ്ങളൊന്നും പറ്റാതെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ടാണ് എന്താ റെഗുലേറ്ററി ബോർഡ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ എങ്കിൽ AERB വർക്ക് ചെയ്യുന്നത്. ഓക്കെ, AERBയുടെ ഫുൾ ഫോം എന്താണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്യാം. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. അതായത് ആണവോർജ നിയന്ത്രണ ബോർഡ് എന്ന് പറയാം കേട്ടോ, ആണവോർജ നിയന്ത്രണ ബോർഡ്. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുമതി നൽകുന്നതും അതിന്റെ കാര്യങ്ങൾ പുതുക്കുന്നതും പിൻവലിക്കുന്നതും അസാധുവാക്കുന്നതൊക്കെ ആരുടെ കീഴിലായിരിക്കും? ഈ റെഗുലേറ്ററി ബോഡിയുടെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ AERB ആയിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഓക്കെ, ഗ്രാന്റിംഗ് എന്ന് വെച്ചാൽ അനുമതി കൊടുക്കുക, ഗ്രാന്റ് ചെയ്യുക. റിന്യൂവൽ എന്ന് വെച്ചാൽ പുതുക്കുക. വിഡ്രോവൽ എന്ന് വെച്ചാൽ പിൻവലിക്കുക. റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസാധുവാക്കുക, അസാധുവാക്കൽ. ഓക്കെ, നിങ്ങളിവിടെ പഠിക്കേണ്ടത് ആ ഫുൾ നെയിം പഠിക്കുക കേട്ടോ, എക്സ്പാൻഷൻ പഠിച്ചു വെക്കുക, അതാണ് ഇമ്പോർട്ടന്റ് അവിടെ. വേറൊന്നും പഠിക്കണ്ട, എക്സ്പാൻഷൻ പഠിച്ചു വെക്കുക കേട്ടോ. റെഗുലേറ്ററി ബോഡിയുടെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കുക, അത് മാത്രം അവിടെ നോക്കിയാൽ മതി. അങ്ങനെ എക്സാമിന് വരുന്ന കാര്യങ്ങൾ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു തരും, അപ്പൊ അത് മാത്രം പഠിക്കുക, അല്ലാതെ എല്ലാം കൂടി വാരി വെച്ചാലും പഠിക്കണ്ട. AERBയുടെ ഫുൾ ഫോം അവിടെ തന്നെ ഉണ്ടോ? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കണ്ടോ? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB, ആണവോർജ നിയന്ത്രണ ബോർഡ്. ഇനി നമുക്ക് ഡയഗ്നോസ്റ്റിക് ഏരിയ കൂടി നോക്കാം, അതുകൊണ്ട് നമുക്ക് നിർത്താം കേട്ടോ.
ഡയഗ്നോസ്റ്റിക് ഏരിയ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ആ ഡയഗ്നോസ്റ്റിക് ഏരിയസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? Radiology rooms are scheduled so that people cannot come on meter from its outside wall. Come 1 meter from its outside wall. Radiology rooms are scheduled so that people cannot come 1 meter of its outside the wall. എന്താണ് പറയുന്നത്? റേഡിയോളജി റൂംസ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? ഷെഡ്യൂൾ അല്ല കേട്ടോ, ഷെഡ്യൂൾഡ് എന്നാണ്. അതായത് ഒറ്റപ്പെട്ടിരിക്കുന്ന അല്ലെ, അതൊരു ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും എന്താ റേഡിയോളജി റൂംസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള പേഷ്യൻസ് എങ്ങനെയായിരിക്കണം, ആൾക്കാർ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? 1 മീറ്റർ അകലേക്ക് മാറിയിട്ടായിരിക്കണം ഇരിക്കേണ്ടത് അല്ലെ, 1 മീറ്റർ അകലേക്ക് മാറിയിട്ടായിരിക്കണം. അതാണ് 1 meter from its outside wall എന്ന് പറയുന്നത് അല്ലെ, 1 മീറ്റർ അകലേക്ക് മാറി ആയിരിക്കണം. അതായത് പെട്ടെന്ന് എന്താ ആൾക്കാർക്ക് എന്താണ് cannot come 1 meter scheduled എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒറ്റപ്പെട്ടിരിക്കുന്ന എന്നൊരു മീനിങ് കേട്ടോ, ഒറ്റപ്പെട്ടിരിക്കുന്ന. സെക്ലൂഡഡ് എന്നാണ് കിടക്കുന്നത്, ഞാൻ ഷെഡ്യൂൾഡ് എന്നാണ് വായിച്ചത് അല്ലെ. സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുന്നതാണ്, ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എന്നുള്ള മീനിങ് അല്ലേ. അതായത് അവിടുത്തെ പുറംഭിത്തിയിൽ നിന്നും 1 മീറ്റർ എങ്കിലും അകലെ ഉണ്ടായിരിക്കണം എന്നാണ് അല്ലെ. ആൾക്കാർ ഇരിക്കുന്ന പുറംഭിത്തി, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു പുറംഭിത്തിയിൽ നിന്നും ഏകദേശം എത്രത്തോളം മാറ്റം ഉണ്ടായിരിക്കണം, അകലെയായിരിക്കണം. 1 മീറ്റർ ആയിരിക്കണം, 1 മീറ്റർ അകലെ ആയിരിക്കണം എന്തുണ്ടാവേണ്ടത്. അതായത് പെട്ടെന്ന് ആളുകൾക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കണം എന്ത് ആ റൂംസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? വിൻഡോസ് ആർ അവോയ്ഡഡ് ടു ലെസ്സൻ penetration of radiation in the nearby area. Windows are avoided to lessen penetration of radiation in nearby area. എന്താണ് penetration എന്ന് പറഞ്ഞാല്? അവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ റേഡിയേഷൻ എടുക്കുന്ന സമയത്ത് ആ റൂമിൽ നിങ്ങൾ വിൻഡോസ് കണ്ടിട്ടുണ്ടോ? വിൻഡോസ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? വിൻഡോസ് ഉണ്ടാവാറുണ്ടോ? ഇല്ല, വിൻഡോസ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് വിൻഡോസ് ഇല്ലാത്തത്? വിൻഡോസ് ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം? വിൻഡോസ് സെറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? യെസ്, റേഡിയേഷൻ അല്ലെ. വിൻഡോസ് സെറ്റ് ചെയ്താൽ എന്താണ് അതിന്റെ ഉള്ളിൽ കൂടി പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൂടി ആ റേഡിയേഷൻസ് തുളഞ്ഞു കയറാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് അതുകൊണ്ടാണ് വിൻഡോസ് അവിടെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. റേഡിയേഷന്റെ ആ രശ്മികൾ റൈസ് എന്താണ് വിൻഡോസിൽ കൂടി എന്താണ് നുഴഞ്ഞു കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ വിൻഡോസ് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നുഴഞ്ഞു കയറുക അല്ലെങ്കിൽ തുളച്ചു കയറുക എന്നുള്ളൊരു മീനിങ് കേട്ടോ. അതാണ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. നുഴഞ്ഞു കയറുക അല്ലെങ്കിൽ തുളച്ചു കയറുക എന്നൊരു മീനിങ്. ഓക്കെ, all walls and doors be painted washable paints of good quality. ഇനി അവിടുത്തെ വാളുകൾ എങ്ങനെയുള്ളതായിരിക്കണം, ഭിത്തികൾ എങ്ങനെയുള്ളതായിരിക്കണം? all walls and doors to be വാൾസും ഡോർസും എങ്ങനെയുള്ളതായിരിക്കും? നമ്മൾ കണ്ടിട്ടില്ലേ റേഡിയോ ആ എക്സ്റേ എടുക്കാൻ കയറുന്ന സമയത്ത് ഡോറൊക്കെ എങ്ങനെയായിരിക്കും? ഭയങ്കര ബലമായിരിക്കും അല്ലെ, തള്ളി കയറാനായിട്ട് ഭയങ്കര ബലത്തിലായിരിക്കും. പിന്നെ എന്താണ് അത് വാഷബിൾ ആയിരിക്കും നമുക്ക് മനസ്സിലായിട്ട് പെയിന്റിങ് കണ്ടു കഴിഞ്ഞാൽ അല്ലേ. വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി, അതായത് നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള പെയിന്റ്സുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകമായിട്ട് എന്തിനു വേണ്ടിയിട്ട്? റേഡിയേഷൻ എക്സ്പോഷർ കൊടുക്കുന്ന തരത്തിലുള്ള പെയിന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ വാളുകളും ഡോറും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ.
യെസ്. മാത്രമല്ല എന്താണ് അതിനകത്ത് നിൽക്കുന്ന സ്റ്റാഫ്സും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഡോക്ടേഴ്സ് വരാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ അതർ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കും റേഡിയേഷൻസിന്റെ എക്സ്പോസർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ വാൾ ഭിത്തികൾ അതേപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഗുഡ് ക്വാളിറ്റി പെയിന്റുകൾ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി ആസ് പെർ ടു ബാക്ക്, അതായത് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിന്റെ, അതായത് മുംബൈ, the walls of the radiography room should be 9 inches thick concrete walls or 14 inches thick bright masonry walls. അതായത് ഈ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിന്റെ പ്രകാരം അവരുടെ ശുപാർശ പ്രകാരമാണ് എന്താ റേഡിയോളജി റൂംസിന്റെ തിക്നെസ്, അതായത് അതിന്റെ തിക്സ് എന്ന് പറയുന്നത് എന്താണ് 9 ഇഞ്ചസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ വാളിലെ അതായത് 9 ഇഞ്ചസ് ആയിരിക്കും എന്താ വാള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് വാൾസ് ഓർ 14 ഇഞ്ചസ് തിക്ക് വിത്ത് ബ്രൈറ്റ് മാസണറി വാൾസ്. അതായത് ഈ വാൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സാധാരണ നമ്മൾ നോർമലി പെയിന്റ് ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കും 2 കൊട്ട അല്ലെങ്കിൽ 3 കൊട്ടൊക്കെ നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇതെങ്ങനെയാണ്, അതിന്റെ തിക്നെസ് കൂടുതലായിരിക്കും അല്ലെ. 9 ഇഞ്ചസ് എങ്കിൽ അല്ലെങ്കിൽ 14 ഇഞ്ചസ് തിക്നെസ്സിലായിരിക്കും എന്ത് ഇതിന്റെ മാസണറി, അത് ബ്രിക്ക് മാസണറി വാൾസ് എന്ന് പറയുന്നത്. ബ്രിക്ക് എന്നാണ് കേട്ടോ, BRICK എന്നാണ് ബ്രിക്ക്, BRICK എന്നാണ്. മൊത്തം മിസ്റ്റേക്കുകളാണല്ലോ. BRICK എന്നാക്കണേ. കണ്ടോ നിങ്ങള്? യെസ്. നോർമൽ വാളിൽ നിന്നും എന്താണ് തിക്നെസ് ഉള്ള വാൾസ് ആയിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ. ദെൻ കീപ് മിനിമം ഫർണിച്ചർ. കീപ് മിനിമം ഫർണിച്ചർ എന്താണ് അവിടെ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ഫർണിച്ചേഴ്സ് അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. Then provide ventilation fume hoods. Provide ventilation fume hoods. എന്താണ് fume hoods എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂം എന്താണ്? ഫ്യൂം എന്തായിരിക്കാം? ഫ്യൂം ഹുഡ്സ്. യെസ്, പുക അല്ലെ. ചില തരത്തിലൊരു പുക ഉണ്ടാവാനുള്ള ചാൻസസ്, അതായത് ആ റേഡിയേഷൻ എടുക്കുന്ന സമയത്തുള്ള ഒരു ടൈപ്പ് ഓഫ് പുക ഉണ്ടാകും ആ സമയത്ത് അതിന്റെ അകത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പൊ ആവശ്യമായിട്ടുള്ള വെന്റിലേഷൻ സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം. അത് പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെന്റിലേഷൻ, അതായത് പുക പുറത്തു പോകുന്ന തരത്തിലുള്ള ഒരു വെന്റിലേഷൻ സൗകര്യം കൂടി അവിടെ ഉണ്ടായിരിക്കണം, ആ റൂമിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ. അതായത് പുകയൊക്കെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ അത് മൂവ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം, ഒരു വെന്റിലേഷൻ സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം. Then install an X-ray machine in the corner so there is enough moving space. Install an X-ray machine in the corner. X-ray machine എവിടെയാണ് സ്ഥാപിക്കേണ്ടത്? X-ray machine നമ്മൾ എവിടെയാണ് കയറി ചെല്ലുന്നത് തന്നെയാണ് X-ray machine കാണാറ്. ഒരു കോർണറിലായിരിക്കും അല്ലെ, ഏകദേശം ഒരു കോർണറിലായിരിക്കും X-ray machines സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണത്? സോ ദാറ്റ് there is enough moving space. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോർണറിലെ എക്സ്റേ മെഷീൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്? enough moving space അല്ലെ. അതായത് ആവശ്യത്തിനധികം സ്പേസിലേക്ക് അത് മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്താണ്, അതൊരു കോർണറിലായിരിക്കണം അത് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. Then the flooring should be able to support a load of heavy machines, particularly if the lab is built on top floors. The flooring should be able to support a load of heavy machines, particularly if the lab is built on top floors. Then the last point പറയുന്നത് ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്?
യെസ്, ഫ്ലോർസുകൾ സ്ട്രോങ് ആയിരിക്കണം. എവിടെ ഉണ്ടാവുന്ന ഫ്ലോർ സ്ട്രോങ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ്? ഹെവി മെഷീൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ? ലോഡ് ഓഫ് ഹെവി മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫ്ലോറുകൾ എങ്ങനെയായിരിക്കണം? വളരെയധികം സ്ട്രോങ് ടഫ് ആയിട്ടുള്ള ഫ്ലോർസുകൾ ആയിരിക്കണം തയ്യാറാക്കേണ്ടത് അല്ലെ? സ്ലിപ്പാവുന്ന തരത്തിലുള്ള ഫ്ലോറുകളൊന്നും അവിടെ ഉണ്ടാകാനായിട്ട് പാടുള്ളതല്ല. കാരണം ഹെവി മെഷീൻസുകളാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാമോ ഡയഗ്നോസ്റ്റിക് ഏരിയ? ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറയാമോ? മൈക്രോഫോൺ ഓൺ ആണോ? ഒന്ന് പറയാമോ? ശ്രുതി അരവിന്ദ്, ശ്രുതി. ശ്രുതി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം. ഇത് പറയാമോ ഫസ്റ്റ് പോയിന്റ് തുടങ്ങി? Radiology rooms are scheduled so that the people cannot come 1 meter from its outside wall. ക്ലിയർ ആയില്ലടോ? പറഞ്ഞത് ക്ലിയർ ആയില്ല കേട്ടോ. Radiology rooms are scheduled so that the people cannot come. പറഞ്ഞാൽ മതി, പറയാൻ കിട്ടുന്നില്ല മലയാളത്തിൽ പറഞ്ഞാൽ മതി. People cannot come 1 meter from its outside wall. ഓക്കെ, എത്ര മീറ്റർ ഡിസ്റ്റൻസിലാണ് വാളിൽ നിന്നും? 1 മീറ്റർ ഡിസ്റ്റൻസിലായി. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഒരാളെന്ന് പറഞ്ഞേ. The windows are avoided to lessen the penetration of radiation in the nearby area. പോയോ? അഫ്ന? All walls. Third point. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞേ? റേഡിയേഷന് നമ്മുടെ ഏരിയയില് നുഴഞ്ഞു കയറാൻ എന്താ പറയാ, എല്ലാ ജനലുകൾ ഒഴിവാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് റേഡിയേഷൻ പുറത്തേക്ക് വരുന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. ബിക്കോസ് ഓഫ് റേഡിയേഷൻ. ഓക്കെ, പോയിന്റ് അടുത്ത ആള് പറഞ്ഞേ. തേർഡ് പോയിന്റ്. All walls and doors to be painted washable paints of good quality. അതായത് നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് കൊണ്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന ഡോർസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഫോർത്ത് പോയിന്റ്. എത്ര ഇഞ്ചസിലാണ് കോൺക്രീറ്റ് വാൾസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? 9 inches. ഏതിന്റെ കീഴിലാണത്? Baba Atomic Research Centers. അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിന്റെ കീഴിലാണ്. അവരുടെ ശുപാർശ പ്രകാരമാണ് തരത്തില് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് റൂംസിന്റെ തിക്നെസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെ? വാൾ ഷൂട്ട് 9 inches തിക്കിലായിരിക്കും. ഈ കോൺക്രീറ്റ് വാൾസ് എങ്ങനെയായിരിക്കും? 14 inches തിക്കിലായിരിക്കും കേട്ടോ. കോൺക്രീറ്റ് വാൾസുകൾ 14 inches തിക്സിലായിരിക്കും. അടുത്ത പോയിന്റ് പറഞ്ഞേ. Minimum furniture. Okay. Then next point. Provide ventilation, fume, റേഡിയേഷൻ ടൈമിൽ ഉണ്ടാവുന്ന പുക പോവാനുള്ള ടൈപ്പിലായിരിക്കണം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഒരു പുക അല്ലെങ്കിൽ ആ സ്മോക്ക് പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത പോയിന്റ്.
എക്സ്റേ മെഷീൻസ് എവിടെയാണ് ഇരിക്കുന്നത്? കോർണർ സൈഡ്. കോർണറിലായിരിക്കും. എന്തിനു വേണ്ടിയാണ് കോർണറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്? മൂവിങ് സ്പേസ് മൂവ് ചെയ്യാൻ കഴിയുന്ന മൂവ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, സ്പേസ്, ഇന്നർ സ്പേസ് ആവശ്യമാണ്. ഓക്കെ. ലാസ്റ്റ് പോയിന്റ് എന്താണ്? എങ്ങനെയുള്ള ഫ്ലോർ ആയിരിക്കും? സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലോർ ആയിരിക്കണം. ഹെവി മെഷീൻസ് സപ്പോർട്ട് ചെയ്യാൻ താങ്ങി നിൽക്കാൻ കഴിയുന്ന എന്തുകൊണ്ട് എന്തിനു താങ്ങി നിൽക്കാൻ വേണ്ടിട്ട്? ലോഡോ ഹെവി മെഷീൻസ്. Support a load of heavy machines, particularly if the lab is built on top floors. Okay. Machines support ചെയ്യുന്ന തരത്തിലായിരിക്കും അവിടുത്തെ ഫ്ലോർസ് വളരെയധികം സ്ട്രോങ് ആയിട്ടായിരിക്കണം തയ്യാറാക്കുന്നത്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് സോളിഡിക്സ് ആയിരിക്കും കേട്ടോ. ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് തുടങ്ങിയില്ലേ? തുടങ്ങി മിസ്. Okay, thank you. Thank you, ma'am. Thank you, ma'am. Okay, thank you. Have a nice day. വരും കേട്ടോ.